ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, നമുക്ക് ഇഫ്താർ സ്നാക്സ് ആയിട്ട് ഒരു അടിപൊളി സമൂസ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇത്രയും ടേസ്റ്റിയുടെ സമൂസ ഞാൻ ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ഒരുപാട് സമൂസകൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വെറൈറ്റിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച്, അതായത് ഒരു പിടി കേട്ടോ, ഞാനിവിടെ ഒരു പിടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ഗ്രീൻ പീസ് എടുക്കണം. അപ്പോൾ ഞാൻ 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 7 പീസിലേക്കുമ്പോൾ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കൂട്ടത്തിൽ ഒരു അല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ 3 മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം എടുത്ത് അതിലേക്ക് 3 മുട്ട ഇട്ടതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെന്ത് കിട്ടും. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒരു 3 പിസിലടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള മുട്ട ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ആ സമയം നമ്മൾ കുക്കറൊന്ന് തീ ഓഫാക്കി കുക്കറൊന്ന് ഇറക്കി വെക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മറ്റ് ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി അരിഞ്ഞ ഒരു ക്യാരറ്റ്, അതുപോലെ ചെറുതായി അരിഞ്ഞ ഉരുളൻകിഴങ്ങ്, ഒരു ബൗൾ നിറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ, പിന്നെ 2 ചെറിയ സവാള അരിഞ്ഞതും. 3 പിസിലടിച്ചപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാക്കിയുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളൻകിഴങ്ങും പിന്നെ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 പിസിലടിക്കുമ്പോൾ നമുക്കിതൊന്ന് വെന്ത് കിട്ടും. നമ്മൾ നേരത്തെ പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇല്ലേ, മുട്ട വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ, ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള പച്ചക്കറിയും ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ഇടണ്ട കേട്ടോ. അപ്പോൾ ക്യാരറ്റും ഉരുളൻകിഴങ്ങും ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 3 പിസിലാകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഫില്ലിങ്ങിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഗരം മസാല പൊടിയുണ്ടല്ലോ, നമ്മളെ പെരുംജീരകം, ബാക്കിയുള്ള മിക്സുകളെല്ലാം ചേർന്ന ഗരം മസാല പൊടി, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഈ സമയം തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. കൂട്ടത്തിൽ നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യാനുസരണമുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു ഓവറായിട്ട് വഴറ്റിയെടുക്കണ്ട കേട്ടോ, ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. ആ രീതിയിൽ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. പനിയൊക്കെ പിടിച്ചത് കാരണം തൊണ്ടയ്ക്ക് നല്ല ക്ലിയർ ഇല്ല കേട്ടോ. പിന്നെ പുറത്ത് ഉള്ള ശബ്ദവും എല്ലാം കൂടെ വീഡിയോ ഒരു മുഴക്കമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കരുത്. ചിക്കൻ മസാല വേണം. ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്കിതിലേക്ക് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ചിക്കനും ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒക്കെ ഗ്രീൻ പീസും ഒക്കെ, അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നമുക്കൊരു അല്പം നേരം വഴറ്റിയെടുത്തതിന് ശേഷം, കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ മുട്ട, അപ്പോൾ അത് നമുക്ക് ചെറിയ പീസുകളായി അരിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒരു മൂടി കൊണ്ട് അടച്ചോ അല്ലാതെ ഇതിനെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ലാസ്റ്റ് ഘട്ടമാണ് നമുക്കിതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും ഒരു അല്പം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യാനുസരണം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുക്കാം. ഞാനിവിടെ പാക്കറ്റിൽ വരുന്ന സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ സമൂസ ഷീറ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർക്കേണ്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്കിത് ഈ സമൂസ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരല്പം വെള്ളം കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അല്പം മൈദ മാവ് ലൂസായിട്ട് കലക്കിയതിന് ശേഷം അത് വെച്ചു നമുക്ക്
ഈ സമൂസ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ മൈദ മാവ് അല്പം ലൂസായിട്ട് കലക്കിയതാണ് ഇത് ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. സമൂസ ഷീറ്റൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഒരുപാട് ചൂടാവണ്ട കേട്ടോ, ഒരുപാട് ചൂടായത് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് മീഡിയം സൈസ് ചൂടിലിട്ട് നമുക്ക് ഇത് എല്ലാം ഇതേ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള സമൂസ ഷീറ്റുകളെല്ലാം ഇതേപോലെ മടക്കി ഫില്ലൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ള സമൂസയും കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറന്നാലും വേണ്ടിയില്ല, നിങ്ങൾ ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി തന്നെ നോക്കണം.